അൻസിബയുടെ പ്രതികരണത്തിന് പിന്നാലെ അമ്മയും അമ്മയുടെ അംഗങ്ങളും അതോടൊപ്പം തന്നെ പ്രസിഡന്റും ഒക്കെ പ്രതികരണം നടത്തിയിട്ടുണ്ട്. അതിലൊരു ആസൂത്രിത നീക്കം എന്താ ആസൂത്രിത നീക്കം? ഞാൻ ഹോട്ട്സ്റ്റാറിൻ്റെ ഒരു പ്രോഗ്രാം ഷൂട്ടിന് പോയതാണ്. ലേറ്റ് നൈറ്റ് 1:30 വരെയൊക്കെ ഷൂട്ടാണ്. അതിൻ്റെ ഇടയിൽ എന്താ ആസൂത്രണം ചെയ്യാൻ? എന്നെ വിളിക്കുന്ന ആർക്കും പോലും കിട്ടില്ല. ഞാൻ ദൃശ്യം സിനിമ പോലും ഞാൻ തിയേറ്ററിൽ പോയി കണ്ടിട്ടില്ല. ഇതിൻ്റെ ഇടയിൽ ഞാൻ പോയിട്ട് എന്താ ആസൂത്രണം ചെയ്യാൻ? അതെ അതെ അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞതിൻ്റെ എല്ലാം അന്വേഷിച്ച് കണ്ടെത്തി തരട്ടെ. എനിക്ക് അത്രേ പറയാനുള്ളൂ. ഞാൻ അമ്മയിലേക്ക് ഒഫീഷ്യലി പരാതി അയച്ചിട്ടുണ്ട്. അതെ തീർച്ചയായിട്ടും. അവിടെ പരാതി പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്കെതിരെ മറ്റൊരു വനിതാ എക്സിക്യൂട്ടീവ് അംഗം തൃപ്പൂണിത്തുറ പോലീസ് സ്റ്റേഷനിൽ ഒരു വ്യാജ പരാതി കൊടുത്തു. അന്ന് ഞാൻ മാക്സിമം എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ ഗ്രൂപ്പിൽ ഞാൻ പറഞ്ഞതാണ്, ഞാൻ പരാതി അയച്ചതാണ്, ഞാൻ പറഞ്ഞതാണ് ഇത് നിങ്ങൾ അന്വേഷിക്കണം എന്ന്. 2 ഭാരവാഹികൾ തമ്മിലൊരു പ്രശ്നമുണ്ടെങ്കിൽ ദിസ് ഈസ് നത്തിങ് ടു ഡു വിത്ത് അമ്മ എന്നാണ് പ്രസിഡന്റ് എന്നോട് പറഞ്ഞത്. ഒരു സംഘടനയിൽ 2 ഭാരവാഹികൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ ആ സംഘടനയിൽ ന്യായമായിട്ട് എന്താ ചെയ്യുക? പോലീസ് സ്റ്റേഷനിൽ പോകുന്നതിൻ്റെ മുന്നേ ഇവിടെ വന്ന് പരിഹരിക്കുമെന്ന് കോമൺ സെൻസുള്ള ആളുകൾ പറയുമോ പറയില്ലേ? നിങ്ങൾ തന്നെ ഉത്തരം പറ. അല്ലേ, നിങ്ങൾ പറയൂ. എന്താ നിങ്ങൾക്ക് ആർക്കും ഉത്തരവില്ലേ? അല്ല, നിങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കോമൺ സെൻസ് വെച്ച് ഞാൻ ചോദിക്കുന്നത്, നമ്മളൊരു പരാതി, ഞാൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ എനിക്കെതിരെ മറ്റൊരു എക്സിക്യൂട്ടീവ് അംഗം പരാതി കൊടുത്തു. അത് നിങ്ങളിവിടെ അന്വേഷിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്, അന്വേഷിക്കേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. അന്വേഷിക്കണം എന്ന് പറഞ്ഞപ്പോൾ ദിസ് ഈസ് നത്തിങ് ടു ഡു വിത്ത് അമ്മ എന്നാണ് പ്രസിഡന്റ് എന്നോട് പറഞ്ഞത്. ടിനി ടോം ചേട്ടൻ ഗ്രൂപ്പിൽ വന്ന് മെസ്സേജ് ഇട്ടത് ഇങ്ങനെയുള്ള ഊള കേസൊന്നും ഇവിടെ എടുക്കാൻ പറ്റൂല എന്നാണ്. അങ്ങനെ എനിക്ക് അവിടെ ഒരു നീതി കിട്ടിയിട്ടില്ല. ഞാൻ ആ പോലീസ് സ്റ്റേഷനിൽ പോയി 3 മണിക്കൂറാണ് ഹറാസ് ചെയ്യപ്പെട്ടത്. വിവരാവകാശ നിയമപ്രകാരം ഞാൻ ഇട്ടു, CCTV വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ 3 മണിക്കൂർ ഇരുന്നതിൻ്റെ അകത്തെയും പുറത്തെയും ദൃശ്യങ്ങൾ തരണമെന്ന്. എനിക്കിത് റിപ്ലൈ വന്നത് അവിടെ CCTV വെച്ചിട്ടില്ല എന്നാണ്. പിന്നെ ഞാൻ എന്തൊക്കെയോ 2-3 ക്വസ്റ്റ്യൻസ് അയച്ചു. പരാതിക്കാരി എനിക്കെതിരെ പരാതി നൽകിയ ആളുടെ ഭർത്താവിനെതിരെ FIR ഇട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതിൻ്റെ കോപ്പി വേണം. അത് മറ്റൊരു വ്യക്തിയുടെ കാര്യമായതുകൊണ്ട് തരാൻ പറ്റൂല. ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഗൂഢാലോചന നടന്ന എനിക്കെതിരെ നടന്ന് ഒരു ചെറിയ ഒരു കാര്യം പറഞ്ഞ് വളച്ചൊടിച്ച് എനിക്കെതിരെ ഒരു വ്യാജ പരാതി കൊടുത്ത് 3 മണിക്കൂർ ഞാൻ ആ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഞാൻ ഹറാസ് ചെയ്യപ്പെട്ടു, ലിറ്ററലി. അതിൻ്റെ ട്രോമ മാറിയിട്ടില്ല എനിക്കിപ്പോഴും. ഇപ്പോഴും രാത്രി ഉറങ്ങുമ്പോൾ ഞാൻ ആലോചിക്കും എന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന്, ഒരു കാര്യമില്ലാതെ. അത് ഞാൻ കമ്മിറ്റിയിൽ എൻ്റെ അഭിപ്രായങ്ങൾ, ഞാൻ എല്ലാ അഭിപ്രായത്തോടും യോജിച്ച് പോകുന്നില്ല. എനിക്ക് താല്പര്യമില്ലാത്തത് അല്ലെങ്കിൽ എനിക്ക് ശരിയാണെന്ന് തോന്നുന്ന അഭിപ്രായത്തോട് ഞാൻ കൂടെ നിൽക്കാറുണ്ട്. തെറ്റാണെന്ന് തോന്നുന്നതിൻ്റെ കൂടെ ഞാൻ നിൽക്കാറുമില്ല. എൻ്റെ എതിർപ്പ് ഞാൻ പ്രകടിപ്പിക്കാറുണ്ട്, മിനിറ്റ്സിൽ അത് എഴുതാറുണ്ട്. അപ്പോൾ പക്ഷേ ഇതിനപ്പുറത്തേക്ക് വരുമ്പോഴത്തേക്കും ഇതിപ്പോൾ ടിനി ടോമിനെതിരെ വന്നിരിക്കുന്ന ഒരു ആരോപണങ്ങൾ അതിനെല്ലാം പുള്ളി വിശദമായിട്ട് നിഷേധിച്ചോട്ടെ. അദ്ദേഹത്തിന്റെ വളർച്ചയിൽ എനിക്കെന്തിനാ? എന്നെക്കാൾ ഇത്രയും വർഷം മുമ്പ് വന്ന ഒരാളോട് എനിക്കെന്തിനാണ് ആശങ്ക? അദ്ദേഹം എന്നെക്കാൾ എത്രയോ സീനിയറാണ്. ആ കമ്മിറ്റിയിൽ ഇരിക്കുന്നതിൽ പ്രായം കൊണ്ടാണെങ്കിലും വർക്ക് കൊണ്ടാണെങ്കിലും ഒക്കെ ഏറ്റവും ജൂനിയർ ആയിട്ടുള്ള ഒരാൾ ഞാനാണ്. അത് പറയുമ്പോൾ ഉള്ള ഫീലിങ്സ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇപ്പോഴത്തെ ഒരു സാമൂഹിക വ്യവസ്ഥയിൽ എന്നോട് ഡയറക്റ്റ് അല്ല പറഞ്ഞത്, അദ്ദേഹം പല മെമ്പേഴ്സിനോടും ഒക്കെയാണ് പറഞ്ഞത്. അവരെല്ലാവരും സാക്ഷി പറയാൻ വരുമോ എന്നൊന്നും എനിക്കറിയില്ല. അതിൽ എക്സിക്യൂട്ടീവ് മെമ്പറായിട്ടുള്ള നീന കുറുപ്പ് ചേച്ചി അത് കേട്ടിട്ടുണ്ട്, ചേച്ചി എന്നോടത് പറഞ്ഞിട്ടുണ്ട്. നീന ചേച്ചി എന്നോടത് പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞ ഒരാളോട് ഫോൺ വിളിച്ച് സംസാരിക്കാൻ പോലും തോന്നുന്നു. അമ്മയുടെ ജനറൽ സെക്രട്ടറിയെ വിളിച്ചിരുന്നോ? ഞാൻ രാജിവെച്ച സമയത്ത് ഞാൻ ഫെബ്രുവരി 21, അതായത് ഞങ്ങളുടെ അമ്മ കുടുംബസംഗമം കഴിഞ്ഞ് ഒരാഴ്ച എങ്ങാണ്ട് കഴിഞ്ഞിട്ടാന്ന് തോന്നുന്നു, കൃത്യമായിട്ടുള്ള ഡേറ്റ് ഓർമ്മയില്ല. ഞാൻ രാജിവെച്ച ഡേറ്റ് ഫെബ്രുവരി 21. അന്ന് ഞാൻ രാജിവെച്ചപ്പോൾ എനിക്ക് വയ്യ ടോളറേറ്റ് ചെയ്യാൻ. ഒന്ന് ആലോചിച്ച് നോക്കും, ഒരു പോലീസ് സ്റ്റേഷനിൽ ഞാൻ പോയി 3 മണിക്കൂർ ഇരുന്ന്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അങ്ങനെയൊക്കെ പോയിട്ടിരിക്കുന്നത്. ഇല്ല. അപ്പം ഞാൻ രാജി വെച്ചപ്പോൾ അതിലിട്ട് ചെറിയ നോട്ടാ, എനിക്ക് വ്യക്തിപരമായ കാരണങ്ങളും ജോലി തിരക്കും ഉള്ളതുകൊണ്ട് ഞാൻ രാജിവെക്കുന്നു. എനിക്ക് എത്ര ജോലി ഉണ്ടെന്ന് ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം. കോർണർ ചെയ്യപ്പെടാനുള്ള റീസൺ എന്താണെന്നാണ് തോന്നുന്നത്? ഇതിനകത്തുള്ള റൈവൽറി ഇഷ്യൂ ആണോ, അങ്ങനെ എന്തെങ്കിലും? എനിക്കറിയില്ല. അധികാരത്തർക്കവുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണ്. അധികാരത്തർക്കം എനിക്കറിയില്ല. ഞാൻ അവിടെ വർക്കിംഗ് കമ്മിറ്റിയിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ്
എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറായിരുന്നു. അത് കഴിഞ്ഞ് ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ട് മത്സരിക്കാൻ തുടങ്ങി അന്ന് മുതലാണ് എനിക്കെതിരെ അനൂപ് ചന്ദ്രൻ ചേട്ടൻ വീഡിയോ വരെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനെതിരെ ഞാൻ പരാതി കൊടുത്തിരുന്നു ഈ കമ്മിറ്റി വന്ന സമയത്ത് ജോയിൻറ്റ് സെക്രട്ടറി ആയിരിക്കാൻ. ആ പരാതി എടുത്തിട്ടില്ല അവിടെ. ആ പരാതി ഞാൻ പറഞ്ഞ സമയത്ത് അവിടുന്ന് എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യം എന്താണെന്ന് പറയുക, അങ്ങനെയാണെങ്കിൽ അമ്മയ്ക്ക്, അതായത് അമ്മയുടെ ബൈലോ അനുസരിച്ചിട്ട് അസോസിയേഷനെതിരെ സംസാരിക്കുന്ന ആൾക്കാരെ അമ്മയിൽ നിന്ന് പുറത്താക്കാൻ പറ്റും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അമ്മയ്ക്കെതിരെ സംസാരിച്ച ചില സ്ത്രീകളും കൂടെ ഉണ്ട്, അവരെയും കൂടെ പുറത്താക്കുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു അങ്ങനെ ഇനിയിപ്പോൾ എനിക്ക് വേണ്ടി ബാക്കിയുള്ള ചില ആൾക്കാരെ പുറത്താക്കണ്ട എന്ന് വിചാരിച്ചിട്ട് ആ പരാതിയുടെ പുറകെ ഞാൻ പിന്നെ പോയില്ല. അത് അന്വേഷിക്കാൻ പോലും ആരും മെനക്കെട്ടില്ല. എന്തുകൊണ്ടാണ് അനൂപ് ചന്ദ്രൻ ചേട്ടൻ എനിക്കെതിരെ അങ്ങനെ ഒരു വീഡിയോ ചെയ്തതെന്ന്. ഈ ടിനിക്കെതിരെ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങളെ അതിൽ നിങ്ങളുടെ സംഘടനയ്ക്ക് അപ്പുറത്ത് കുറച്ച് ക്രൈം സ്വഭാവം അല്ലെങ്കിൽ അതിനൊരു ആന്റി സോഷ്യൽ സ്വഭാവമുണ്ട്. എനിക്ക് തിരിച്ചും പറയാൻ അതന്നെ ഉള്ളത്. എന്നെ പോലീസ് സ്റ്റേഷനിൽ, തൃപ്പൂണിത്തറ പോലീസ് സ്റ്റേഷനിൽ എന്നെ കയറ്റിയിട്ടുണ്ടെങ്കിൽ അതിനൊരു ഗൂഢാലോചന ഉണ്ട്. ആ ഗൂഢാലോചന എല്ലാവരും തെളിയിക്കട്ടെ. രണ്ടാമത്തെ കാര്യം, ഞാൻ ഇസ്ലാമിലേക്ക് ടിനി ടോം എന്ന് പറഞ്ഞ ചേട്ടൻ്റെ ഡ്രൈവറെയും ഒരു പ്രൊഡക്ഷൻ കൺട്രോളറുടെ മകനെയും ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്യാൻ ഞാൻ ട്രൈ ചെയ്തു എന്നാണ് പറഞ്ഞത് അടുത്തത് ആരോപണം. പിന്നെ അവിഹിത കഥകളുടെ ഘോഷയാത്ര. വളരെ ഗുരുതരമായിട്ടുള്ള കാര്യം. ഞാൻ ചോദിക്കട്ടെ, ഇത് നമ്മളെല്ലാം ഒരുമിച്ച് നിൽക്കുന്ന ആൾക്കാരാ. പെട്ടെന്ന് ഒരു ദിവസം എൻ്റെ പേര് അൻസിബ ഹസൻ എന്നായതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു എന്ന് പറയുമ്പോൾ പെട്ടെന്ന് എന്താ ഫീൽ ചെയ്യാൻ? കേസ് കൊടുക്കുന്നത് ഇതൊന്നുമല്ല എൻ്റെ പ്രശ്നം. ഞാൻ ഇവരൊക്കെ കൂടെ ആയിരുന്നല്ലോ ഇത്ര നാൾ വർക്ക് ചെയ്തത്. എന്നെ അങ്ങനെയാണോ കണ്ടതെന്നല്ല ഞാൻ ചിന്തിക്കുക. ഞാൻ ഇത്രയും നാൾ അവസാനം ഞാൻ റിസൈൻ ചെയ്ത ദിവസം ഞാൻ ശ്വേത ചേച്ചിക്ക്, പ്രസിഡൻറ്റിന് ഞാൻ വാട്സപ്പിലിട്ടു ഈ നോട്ട്, ഞാൻ ജോലി തിരക്ക് കാരണം റിസൈൻ ചെയ്യുകയാണെന്ന്. സെക്രട്ടറി കുക്കു പരമേശ്വരൻ ചേച്ചിക്കും ഞാൻ ഇട്ടു. പിന്നെ അമ്മയുടെ ഒഫീഷ്യൽ മെയിലിലേക്കും ഞാൻ ഇട്ടു. എന്നെ വിളിച്ച് ചോദിച്ചത് സെക്രട്ടറിയാണ്, ശരിക്കും എന്താണ് റീസൺ. അപ്പം ഞാൻ ചേച്ചിയോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ എന്നോട് സെക്രട്ടറി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അൻസിബ ഈ റീസൺ നമ്മുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇടുന്നു. ഞാൻ പറഞ്ഞു ഇല്ല ചേച്ചി, എനിക്കിനി വയ്യ, ഞാൻ ഒന്നിനുമില്ല. ഞാൻ അവിടുന്ന് പോയി കഴിഞ്ഞാൽ സമാധാനമാവുമല്ലോ, തീർന്നല്ലോ, കഴിഞ്ഞു. ഞാൻ അത്രേ വിചാരിച്ചു. നോക്കാം, വരുമോ വരൂല. ഞാനിപ്പോ അങ്ങനെയൊക്കെ പറയാൻ എങ്ങനെയാ തോന്നുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കി, എന്ത് സില്ലിയാ. അതെ, എന്നെ കണ്ടിട്ട് നിങ്ങൾക്ക് ഗൂഢാലോചന നടത്തുന്ന ഒരാളായിട്ട് തോന്നുന്നുണ്ടോ? വലിയ പ്രതീക്ഷയോടുകൂടി നമുക്ക് കഴിഞ്ഞ പ്രതിസന്ധി നമ്മൾ കണ്ടതാണ്, നമ്മളൊക്കെ അതിന്റെ ഭാഗമായി നിന്ന ആളുകളാണ്. അപ്പോൾ അതിനുശേഷം ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു വുമൺ ഓറിയന്റഡ് കമ്മിറ്റി, ഞാൻ അവിടെ എനിക്ക് ആകെ ഒരു പ്രശ്നം ഞാൻ കണ്ടത് എതിരില്ലാതെ ജോയിന്റ് സെക്രട്ടറി ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ളത് മാത്രമാണ്. ഹ്യൂമൻ ഓറിയന്റഡ് കമ്മിറ്റി വന്നു, അത് വലിയ ഒരു മാറ്റം അമ്മയിൽ വരുന്നു എന്നൊക്കെ പറഞ്ഞത്. അങ്ങനെ ഒരു മാറ്റം അവിടെ സംഭവിക്കാൻ പോണില്ല, വെറും തെറ്റിദ്ധാരണയാണ്. അങ്ങനെ വല്ല മാറ്റം ഇത്രയും നാളായിട്ട് വന്നോ? അങ്ങനെ ഇത്ര നാളായിട്ട് വല്ല മാറ്റം വന്നോ? അവിടുന്ന് പോയ ആളുകളെ തിരിച്ചു വിളിച്ചോ? തിരിച്ചു കൊണ്ടുവന്നോ? ഇതൊന്നും നടന്നിട്ടില്ലല്ലോ. ഇതൊന്നും ചോദിക്കാൻ നിങ്ങളാരും ചോദിക്കാറുമില്ല. ഞാൻ ആലോചിക്കാറുണ്ട് എന്തുകൊണ്ട് നിങ്ങളാരും ചോദിക്കുന്നില്ല എന്ന്. ഇനിയെങ്കിലും ചോദിക്കാലോ. സഹകരണം എങ്ങനെയായിരിക്കും മുന്നോട്ടുള്ള അമ്മയുമായിട്ടുള്ള ഒരു സഹകരണവും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും? അമ്മ അസോസിയേഷനിൽ 506 മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. 2 പേര് ഈ അടുത്ത് മരണപ്പെട്ടു. ഇപ്പോൾ 504 മെമ്പേഴ്സാണുള്ളത്. അതിൽ 400ഓളം പേര് ആക്റ്റീവായിട്ടുള്ള ആൾക്കാരാണ്. അവിടുത്തെ മെമ്പേഴ്സ് പാവങ്ങളാണ്. അവിടെ ഉള്ള മെമ്പേഴ്സിൽ 90% ആളുകൾക്കും വർക്കില്ലാത്തവരാണ്. മുന്നേ സിനിമകൾ അഭിനയിച്ചവരും ഇപ്പം മറ്റ് തൊഴിലുകൾ കൊണ്ട് ജീവിക്കുന്നവരൊക്കെ ആയിട്ടുള്ള ആൾക്കാരാണ്. അതിൽ തന്നെ വളരെ നിർധനരായിട്ടുള്ള ആളുകൾക്കൊക്കെ മെഡിസിൻ കൊടുക്കുന്നുണ്ട്, പിന്നെ അല്ലാതെ കൈനീട്ടം കൊടുക്കുന്നുണ്ട്. അതൊക്കെ നല്ല കാര്യമാണ്. ഞാൻ ആ അസോസിയേഷനെ കുറ്റം പറയൂല. ആ അസോസിയേഷനിലുള്ള ചില വ്യക്തികൾ ഓരോന്ന് ചെയ്തു കൂട്ടുമ്പോൾ അത് ആ അസോസിയേഷന് ചീത്തപ്പേരായി മാറും. ഇപ്പോൾ AMMA എന്നൊക്കെ പലരും വിളിച്ചപ്പോൾ ഞാനാണ് ഏറ്റവും മുന്നിൽ നിന്നിട്ട് അങ്ങനെ വിളിക്കരുതെന്ന് പറഞ്ഞു. ഞാനത് അമ്മ എന്ന് പറഞ്ഞ അസോസിയേഷനെ റെപ്രസെൻ്റ് ചെയ്ത് നിന്ന ആളാണ്. അപ്പം അതുകൊണ്ട് ഞാൻ അങ്ങനെ പ്രതികരിച്ച ഒരാളാണ്. ആ അസോസിയേഷനിലുള്ള മറ്റുള്ള ആൾക്കാരെ എനിക്ക് ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. എന്നെ എല്ലാവരും വിളിച്ച് സപ്പോർട്ട് ചെയ്യാണ്. മോളെ കൂടെ ഞങ്ങളുണ്ട് എന്നാണ് എല്ലാവരും പറയണത്. ഞാനിപ്പോഴും അതൊന്നും തീരുമാനിച്ചിട്ടില്ല. ഞാനിപ്പോഴും ഇത് പറയില്ലായിരുന്നു. ഞാൻ അന്ന് രാജിവെച്ചപ്പോൾ ഇട്ട ആ നോട്ട് തന്നെ നിർത്തിയതായിരുന്നു. ഇനി മതി, കഴിഞ്ഞു. ഇതിപ്പോ പ്രൊവോക്ഡ് ആയതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ഞാൻ പറഞ്ഞത് അമ്പലമാണെങ്കിലും ക്രിസ്ത്യൻ പള്ളിയാണെങ്കിലും മുസ്ലിം പള്ളിയാണെന്നുണ്ടെങ്കിലും ഒരു ടൈറ്റിൽ സ്പോൺസർഷിപ്പ് ചെയ്യാൻ പാടില്ല, ഡൊണേഷൻ വാങ്ങിക്കാം. അമ്മ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റാണ്. ആ ആക്ട് പ്രകാരം ഡൊണേഷനാണ് വാങ്ങിക്കേണ്ടത്.
അതായത് ഈ കുഞ്ഞുവായിൽ വലിയ വർത്താനം പറയണതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാവുമായിരിക്കും ചിലപ്പോൾ. ഈ വേറെ സിനിമയിലുള്ള ആരോടും സംസാരിച്ചായിരുന്നു ഈ കാര്യങ്ങളൊക്കെ അറിയിച്ചു. ഞാൻ മമ്മൂക്കാക്കും ലാലേട്ടനും ഞാൻ എൻ്റെ ഈ കഴിഞ്ഞ ലാസ്റ്റ് EC കൂടിയപ്പോഴാണ് എൻ്റെ രാജി പ്രസിഡന്റ് സ്വീകരിച്ചു എന്ന് പറഞ്ഞിട്ട് പത്രക്കുറിപ്പൊക്കെ ഇറക്കിയത്. അപ്പോൾ ആ സമയത്ത് ഞാൻ മമ്മൂക്കക്ക് ലാലേട്ടന് ഞാൻ മെസ്സേജ് അയച്ചു, ഇങ്ങനെ ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ പോണത്, നിങ്ങൾ അറിയണം, അത്രയേ ഉള്ളൂ, വേറെ ഒന്നിനും വേണ്ടിയല്ല, അവരറിയണം. എനിക്ക് അയച്ചു, ഭയങ്കര സങ്കടമുണ്ട് എന്ന് അയച്ചു. അതെ, രാജിവെച്ച ശേഷം ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണല്ലോ ഒരു ആരോപണം ഉണ്ടെങ്കിൽ അതിൽ ഗൂഢാലോചന ഉണ്ടെന്നാണ് ശ്വേത ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. ഗൂഢാലോചന നടത്താൻ മാത്രം വലിയ ആളാണോ ഞാൻ? ഇതാണ് എല്ലാ സ്ഥലത്തെയും പ്രശ്നം. ഞാൻ നമ്മുടെ കുടുംബസംഗമത്തിൻ്റെ ടൈറ്റിൽ സ്പോൺസർഷിപ്പ് ഒരു മതസ്ഥാപനത്തിനും കൊടുക്കരുത് എന്ന് പറഞ്ഞ ആ സമയം തൊട്ട് ഞാൻ വർഗീയവാദിയാണ്. ആ സമയം തൊട്ട് അത് ഞാൻ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞതിൻ്റെ ഒരാഴ്ചക്കകത്താണ് തൃപ്പൂണിത്തുറ പോലീസ് സ്റ്റേഷനിൽ എനിക്കെതിരെ വ്യാജ പരാതി പോയത്. ഇത്രയൊക്കെ നടക്കുമ്പോൾ ഗൂഢാലോചന ഏത് ഭാഗത്തുനിന്നാണ് വന്നതെന്ന് തിരിച്ചും ചിന്തിക്കാവുന്നതാണ്. ഇനിയിപ്പോൾ ഞാൻ ഇതൊക്കെ പറഞ്ഞതിൻ്റെ പേരിൽ ഇനി ഞാൻ ഫ്യൂച്ചറിൽ എന്തൊക്കെ അനുഭവിക്കാൻ പോകണമെന്നുള്ളത് സത്യം പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ. കാരണം ഞാൻ അവിടെ നിന്നിട്ട് എനിക്കറിയില്ല. അല്ലെങ്കിലും ഇപ്പം ദൃശ്യത്തിൽ മാത്രം കാണുന്ന ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് എപ്പോഴും ട്രോൾ വരാറുണ്ട്. എനിക്ക് ചെറിയ കുഞ്ഞു വർക്കുകളൊക്കെ കിട്ടാറുണ്ട്, അതൊക്കെ വെച്ചിട്ട് തന്നെയാണ് ഞാൻ സർവൈവ് ചെയ്യുന്നത്. പക്ഷേ ദൈവം സഹായിച്ച് എന്തെങ്കിലുമൊക്കെ വർക്ക് കിട്ടാറുണ്ട്. പിന്നെ ഞാൻ അഭിനയിക്കുന്ന എല്ലാ സിനിമയും എല്ലാവരും കാണാറൊന്നുമില്ല എന്നുള്ളതിലിപ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെയൊന്നുമില്ല. എന്നെപ്പറ്റി ഇത് പറഞ്ഞത് കേട്ടപ്പോൾ എനിക്ക് അറപ്പ് വന്നു, സത്യം പറഞ്ഞാൽ അതാണ്. നമ്മളെല്ലാവരും കൂടെ ഇപ്പം ഇവിടെ നിൽക്കുന്ന നമ്മളാരും പേര് പോലും ചോദിച്ചിട്ടില്ല, അങ്ങനെയല്ലേ നമ്മൾ നിൽക്കണത്. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ അത് ഒരു സ്ത്രീയെ തകർക്കണം എന്നുണ്ടെങ്കിൽ ഏറ്റവും ഈസി വേ എന്ന് പറഞ്ഞാൽ മോറൽ സൈഡ് പറയാന്നുള്ളതാണ്. അത് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് പിന്നെന്താ പറയാൻ പറ്റുക? അപ്പോൾ നോക്കിയപ്പോൾ ചിലപ്പോൾ കിട്ടിയത് അതായിരിക്കാം, അങ്ങനെ പറഞ്ഞതായിരിക്കാം.